ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബിട്രായൽ സിൽസില സീരിയലിലെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോയാലോ? രാജ്ദീപ് കാശിന് വേണ്ടിയിട്ട് നന്ദിനിയെ ഒരു കിളവന് വേണ്ടി വിറ്റിരിക്കുകയാണ്. അവൾ ഇതൊന്നും അറിയാതെ അവൻ്റെ കൂടെ വരുന്നു. അവർ 3 പേരും കൂടെ റൂമിലോട്ട് പോകുന്നു. രാജ്ദീപ് ഒരു നാടകം ഇറക്കി അവിടെ നിന്നും പോകുന്നു. ആ കിളവനാണെ അവളോട് അപമര്യാദയായിട്ട് പെരുമാറാൻ നോക്കുന്നു. അതാണ് നമ്മുടെ കഴിഞ്ഞ പാട്ടിൽ അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് പുതിയ പാട്ടിലോട്ട് പോവാം. ആ കിളവൻ അവളോട് പറ്റിച്ചേർന്ന് പോകുന്നു. ഇതവൾക്ക് ഒരുമാതിരി തോന്നുന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ കുറച്ച് നീങ്ങി നിന്നേ എന്നവൾ പേടിച്ചു കൊണ്ടേ പറയുന്നു. അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ബെഡിലോട്ട് വഴുക്കി വീഴുന്നു. ആ കിളവനും അയാളുടെ ഷർട്ടൊക്കെ അഴിച്ചിട്ട് അവളുടെ അടുത്തോട്ട് ഒട്ടി വരികയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയുന്നില്ല. അവൾ ഉടനെ രാജ്ദീപിനെ വിളിച്ചു കരയുന്നു. രാജ്ദീപ്, രാജ്ദീപ്, എന്നെ രക്ഷിക്കൂ രാജ്ദീപ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നു. അപ്പോൾ തന്നെ ആ കിളവൻ ചിരിക്കുന്നു. നീ നിന്റെ ഭർത്താവിനെയാണോ വിളിക്കുന്നേ? അവനെ വിളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അവൻ തന്നെയാണ് നിന്നെ എനിക്ക് വിറ്റത്. നീ ഇന്നെൻ്റെ കൂടെ കിടന്നേ മതിയാവും എന്നൊക്കെ വളരെ മോശമായിട്ട് അവളോട് സംസാരിക്കുന്നു. നിങ്ങൾ കള്ളം പറയുകയാണ്. എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന ദേഷ്യത്തിൽ അയാളോട് പറയുകയാണ് അവൾ. അയാളെ തള്ളിയിട്ട് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ നന്ദിനിയെ വിടാനുള്ള ഉദ്ദേശമൊന്നും കാണിക്കുന്നില്ല. അവളുടെ സാരിയൊക്കെ വലിച്ചഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അയാൾ. എന്നിട്ട് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി കിസ് ചെയ്യാനൊക്കെ വരുന്നു. അവൾക്ക് നന്നായിട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. അവൾ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലറി കരഞ്ഞിട്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു ബിയർ ബോട്ടിൽ തടയുന്നത്. അതെടുത്ത് അവൾ ആ കിളവൻ്റെ തലയിൽ ഒറ്റ അടി കൊടുക്കുന്നു. അയാൾ അങ്ങനെ ബെഡിലോട്ട് വീഴുന്നു. അയ്യോ അമ്മേ, അയ്യോ എന്നൊക്കെ നിലവിളിക്കുന്നു. നന്ദിനി ഉടനെ തന്നെ ഇതാണ് പറ്റിയ അവസരം എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. നെക്സ്റ്റ് സീനിൽ ആ സൈക്കോ രാജ്ദീപ് കുറേ പെണ്ണുങ്ങളുടെ കൂടെ നല്ല ചിരിച്ച് കളിച്ച് ഡാൻസൊക്കെ കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ തന്നെ നന്ദിനി അവിടെയൊക്കെ പോയിട്ട്, രാജ്ദീപ് ഒന്നിങ്ങ് വന്നേ, നമുക്കിവിടെ നിന്ന് പോകാം. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, എൻ്റെ അടുത്ത് ആ കിളവൻ വൃത്തികേടായിട്ട് പെരുമാറാൻ വന്നു. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. വാ, നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവൻ്റെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആ സൈക്കോക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. എന്നിട്ട് അവിടെ അടുത്ത് ഒച്ചയിടുന്നു. അതേടി, ഞാൻ തന്നെയാണ് നിന്നെ കാശിന് വേണ്ടി ആ കിളവൻ്റെ അടുത്ത് നിന്റെ കൂടെ കിടക്കാൻ പറഞ്ഞത്. അതിനെന്താടി നിനക്കിപ്പോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഉടനെ അവൾക്ക് അവളെ തലയിൽ ഇടി വീഴുന്ന പോലെയാവുന്നു. ഇത്രയും ഇവിടെ അവൻ എത്ര കഷ്ടപ്പെടുത്തിയിട്ടും അടിച്ചിട്ടും മോശമായിട്ട് സംസാരിച്ചിട്ടും എൻ്റെ ഭർത്താവാണ്, എൻ്റെ ജീവനും ഭൂമിയും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇത്രയും കാലം ഇതൊക്കെ സഹിച്ചത്. പക്ഷെ ഇന്ന് കാശിന് വേണ്ടി എന്നെ വിൽക്കുന്ന അളവിന് തൻ്റെ ഭർത്താവ് മാറിപ്പോയെന്ന് വിചാരിച്ച് അത്രയും അവൾ ഷോക്കായിരിക്കുന്നു. അങ്ങനെ രാജ്ദീപ് വേഗത്തിൽ അവളെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് കാറിൽ കയറ്റുന്നു. പക്ഷെ ആ ഷോക്കിൽ നിന്ന് അവൾ ഇതുവരെ തിരിച്ചു വന്നില്ല. അത് ഓർത്തിട്ടേ ഇരിക്കുന്നു. ഉടനെ രാജ്ദീപ് പറയുന്നു, എന്തോന്ന് ചിന്തിച്ചിട്ടിരിക്കുന്നേ? കുറച്ചു നേരം ആ കിളവൻ്റെ കൂടെ കിടന്നാൽ നിനക്കെന്ത് കുറഞ്ഞു പോകുമോ? നീ കൂടുതൽ നല്ലവളൊന്നും ആവണ്ട, കൂടുതൽ അഭിനയിക്കല്ലേ നീ, നിന്നെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ വളരെ മോശമായിട്ട് അവളോട് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദിനിക്ക് വളരെയധികം ദേഷ്യം വന്നു. എന്താ രാജ്ദീപ്, എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നിങ്ങൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ച് നോക്കിയിട്ടില്ല. നിങ്ങൾ എത്രയൊക്കെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, എൻ്റെ ലോകമാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും നിങ്ങൾ വൃത്തികെട്ടവനായി മാറിയില്ലേ? നിങ്ങളെ കൊച്ചിനെ വയറ്റിൽ ചുമക്കുന്ന എന്നോട് തന്നെ എന്നൊക്കെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ അവൾ പറയുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന സത്യം പറഞ്ഞ സൈക്കോയ്ക്ക് ഭയങ്കര ഷോക്ക്. അങ്ങനെ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവളെ പിടിച്ച് പുറത്തോട്ടിട്ടിട്ട് അവളെ തലമുടിയിൽ പിടിച്ച് കാറിൽ ചേർത്ത് നിർത്തി കഴുത്ത് പിടിച്ച്, എന്താടി നീ ഇപ്പോൾ പറഞ്ഞേ? എന്താടി പറഞ്ഞേ? എന്തിന് നീ ഇക്കാര്യം എന്നോട് മറച്ചു വെച്ചേ?
ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മളുടെ ഇടയിൽ കുഞ്ഞെന്നൊരു സംഭവം ഇരിക്കാൻ പാടില്ല എന്ന്. കുഞ്ഞിനെ പ്രസവിച്ചാൽ നിന്നെ ആര് നോക്കാനാടി? നിന്റെ സൗന്ദര്യമൊക്കെ പോകും. അപ്പം ഞാൻ നിന്നെ ആർക്ക് വെക്കും? ഞാൻ എങ്ങനെ സമ്പാദിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ഈ കൊച്ചു നിന്റെ വയറ്റിൽ വളരുന്നു എന്നറിഞ്ഞ ആ മിനിറ്റ് തന്നെ നീ ഇക്കാര്യം എന്നെ അറിയിക്കാതെ അത് അബോർഷൻ ചെയ്ത് കളയണമായിരുന്നു. അതാണ് നല്ല ഭാര്യയുടെ അഴക്. അതൊന്നും ചെയ്യാതെ അതിനെ വളരാൻ വിട്ടിരിക്കുന്നു എന്ന് സൗണ്ട് ഇട്ട് പറയുന്നു. അങ്ങനെ പറഞ്ഞു തീർന്നതും അവളെ ഒറ്റയടിക്ക് തറയിൽ തട്ടിയിടുന്നു. അങ്ങനെ തള്ളിയിട്ടതും പോരാഞ്ഞിട്ട് അവളുടെ വയറ്റിൽ തന്നെ ആഞ്ഞ് ചവിട്ടി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ കിടന്ന് ചാവടി, നീ ചാവ് എന്നും പറഞ്ഞ് കുറച്ചുപോലും മനസാക്ഷിയില്ലാതെ ആ സ്ഥലം വിട്ടു പോകുന്നു. നന്ദിനി വേദനയിലേക്ക് കിടന്ന് തുടിച്ചിട്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഗുണാലിനെയും മൗലിയെയുമാണ് കാണിക്കുന്നത്. അവർ കുറേ നാളുകൾക്ക് ശേഷം ഒന്നായിട്ടിരുന്നതല്ലേ. അവർ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ തന്നെ മൗലിക്കൊരു കോൾ വരുന്നു. ഒരു എമർജൻസി കേസുണ്ട്, ഉടനെ തന്നെ നീ ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന്. ഗുണാൽ, നീ ഒന്നും വിചാരിക്കരുത്, സോറി, ഒരു എമർജൻസി കേസുണ്ട്, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം എന്ന് കെഞ്ചി പറയുന്നു. അവനും ശരി എന്നും പറഞ്ഞ് രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മൗലിയെ ഇറക്കി വിട്ടിട്ട് അവൻ പോകുന്നു. പക്ഷേ മൗലി അവളുടെ ഫോൺ കാറിൽ തന്നെ മറന്നു വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നന്ദിനിയാണ് കാണിക്കുന്നത്. അവൾ വേദനയിൽ തുടിച്ചിട്ടേയിരിക്കുന്നു. അവൾ വീണതിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ ഫോണും കിടക്കുന്നത്. അത് എങ്ങനെയോ വേദന സഹിച്ച് പിടിച്ച് കഷ്ടപ്പെട്ട് അതെടുക്കുന്നു. എന്നിട്ട് മൗലിക്ക് കോൾ ചെയ്തിട്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഗുണാലും ഇത് ശ്രദ്ധിക്കുന്നത്. ഇതാരാ ഇവളെ ഇത്രയും വട്ടം വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നന്ദിനി എന്ന് വരുന്നു. എന്തിനാ നന്ദിനി ഈ നേരത്ത് കോൾ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ നന്ദിനി, മൗലി ഫോൺ മറന്നു വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റെസ്പോൺസ് ഒന്നും തന്നെയില്ല. ശ്വാസം എടുത്തിരിക്കുന്നതിൻ്റെ സൗണ്ട് മാത്രം. നന്ദിനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിട്ടല്ലേ ഇരിക്കുന്നേ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഗുണാൽ എന്നെ വന്ന് രക്ഷിക്കുക, മൗലി എവിടെ? എങ്ങനെയാലും എന്നെ ഇവിടെ വന്നൊന്ന് രക്ഷിക്കുക പ്ലീസ് എന്നവൾ കരഞ്ഞുകൊണ്ടേ അവൻ്റെ അടുത്ത് കെഞ്ചുന്നു. ഗുണാലിനാണേ ഒന്നും മനസ്സിലാവുന്നുമില്ല. അവൻ അപ്പോൾ തന്നെ മനസ്സിലാവുന്നു ആ സൈക്കോ ഇവളെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. ഹലോ നന്ദിനി, എന്തു പറ്റി എന്ന് പറ. നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അടുത്തെന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ നോക്കി പറയേ എന്നവൻ ചോദിക്കുന്നു. അടുത്തൊരു സ്കൂളിരിക്കുന്നു, ആ സ്കൂളിൻ്റെ നെയിമും പറഞ്ഞു കൊടുക്കുന്നു. ഓ പേടിക്കേണ്ട നന്ദിനി, ഞാൻ ഉടനെ തന്നെ വരാം എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തുമ്പോൾ നന്ദിനി താഴെ വീണു വേദനയിൽ തുടിച്ചിട്ടിരിക്കുന്നത് കണ്ട ഗുണാലിന് നല്ല സങ്കടമാവുന്നു. എന്നിട്ട് അവളെ തൂക്കിയെടുത്ത് കാറിൽ കൊണ്ടിരുത്തിയിട്ട്, പേടിക്കാതെ നന്ദിനി, ഇനി കുറച്ച് നേരത്തിനുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് മൗലിയെ എങ്ങനെയും ഇത് അറിയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വിളിക്കുന്നു. പക്ഷെ അവർ പറയുന്നു മൗലി ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഇപ്പോൾ ഇൻഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഉടനെ തന്നെ ഗുണാൽ പറയുന്നു, ഇതൊരു എമർജൻസി കേസാണ്, അവൾ എപ്പോൾ പുറത്ത് വരുമോ അപ്പോൾ തന്നെ എന്നെ കോൾ ചെയ്യാൻ പറയും എന്നും പറഞ്ഞ് കോൾ കട്ടാക്കുന്നു. ഇവിടെ മൗലിയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്നു. റിസപ്ഷനിസ്റ്റ് ഈ കാര്യം അവളോട് പറയുന്നു. ഉടനെ തന്നെ അവൾക്ക് നല്ല ഷോക്കാവുന്നു. എന്തായിരിക്കും അവൻ എമർജൻസി എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് ഗുണാലിനെ കോൾ ചെയ്യുന്നു. ഗുണാലാണേൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നന്ദിനി ഇവിടെ റോഡിൽ വേദന കൊണ്ട് കിടക്കുകയായിരുന്നു. മിക്കവാറും ആ സൈക്കോ ഇവളെ അടിച്ചിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇഞ്ചറീസ് ഒക്കെ ഉണ്ട്. നീ വേഗമാ എല്ലാം റെഡിയാക്കി വെക്ക്, ഞാൻ ഇപ്പോൾ തന്നെ അവളെയും കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വാ ഗുണാൽ, നന്ദിനിയെ നന്നായിട്ട് നോക്ക്, പെട്ടെന്ന് അവളെ ഇങ്ങ് കൊണ്ടുവാ എന്ന് അവൾ ടെൻഷനായിട്ടേ പറയുന്നു. പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തിട്ട് നന്ദിനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നു. ഇവിടെ ആണേൽ ഒരാൾ കാറിൽ വന്നിട്ടിരിക്കുന്നു. ആ ടൈം തന്നെ അവിടെ ട്രാഫിക് ജാം ആവുന്നു. ഇവനാണേൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് വേറൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി അവളെ വന്ന് എടുത്തുകൊണ്ട് നടന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ട്രീറ്റ്മെൻറ്റിൽ കയറ്റി വിട്ടിട്ട് മൗലി ഗുണാലിനോട് ചോദിക്കുന്നു, എന്താണ് ഗുണാൽ, എന്തു പറ്റി അവൾക്ക് എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല, അവൾ നിൻ്റെ ഫോണിലോട്ടാണ് വിളിച്ചിട്ടിരുന്നത്, പക്ഷേ നീ ഫോൺ മറന്നു വച്ചിട്ട് പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അവളുള്ള സ്ഥലം പറഞ്ഞപ്പോൾ ഞാൻ അവളെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. വേറെ ഒന്നും എനിക്കറിയില്ല, നീ വേണം ധൈര്യമായിട്ടിരിക്കാൻ മൗലി, നീ വേണം അവളെ രക്ഷിക്കാൻ, ഉടനെ നീ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഗുണാൽ എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞിട്ടേ ഇരിക്കുന്നു.
അങ്ങനെ ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അവളെ നന്ദിനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് കുണാൽ ആ സൈക്കോനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നു. നിങ്ങളുടെ വൈഫ് നടു റോട്ടിൽ വീഴുന്നു കിടന്നു, അവൾ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് ഇൻഫോം ചെയ്യുന്നു. ഇത് കേട്ട ഉടനെ ആ സൈക്കോക്ക് ഷോക്കാവുന്നു. അയ്യോ, കുണാലിനും മൗലിക്കും ഈ കാര്യം അറിഞ്ഞോ? അയ്യോ, ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവൻ ടെൻഷനായിട്ടിരിക്കുന്നു. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ മൗലിയാണ് കാണിക്കുന്നത്. നന്ദിനി നല്ല സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവളെ നോക്കിയിട്ട്, നന്ദിനി, നിനക്ക് എന്ത് പറ്റും മോളെ? നീ വിഷമിക്കാതെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും ഞാൻ രക്ഷിക്കും. ഉടനെ തന്നെ നന്ദിനി ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ, ഉറപ്പായിട്ടും നിൻ്റെ കുഞ്ഞിനെയും ഞാൻ രക്ഷിക്കും എന്നും പറഞ്ഞ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ മൗലിയുടെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നു. അവൾ പേടിച്ചിട്ടേയിരിക്കുന്നു. നന്ദിനിയുടെ പൾസും കുറഞ്ഞിട്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവർ പറയുന്നു, എന്താ ഡോക്ടർ, എന്താ നോക്കിയിട്ടിരിക്കുന്നത്? അവളുടെ അവസ്ഥ വളരെ സീരിയസ് ആണ്, പെട്ടെന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് വളരെ പേടിയാവുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ, അവൾക്ക് ചെയ്യുമ്പോൾ എനിക്കെന്തോ പേടിയായിട്ടിരിക്കുന്നു. അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുകൂടെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കരച്ചിലായിട്ട് വരുന്നു, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൾ പേടിച്ചിട്ടേയിരിക്കുന്നു. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. മൗലി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ നന്ദിനിയെ രക്ഷിക്കുമോ? ഇതൊക്കെ ചെയ്തത് ആ സൈക്കോ ആണെന്ന് മൗലി അറിയുമോ എന്നൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.